ഈ മറിയത്തിൻ്റെ വായിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഫോർമുല, ഫണ്ടമെൻ്റൽ ഫോർമുല വെളിപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ ഇടപെടുത്തുന്നതിന് എന്താണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. യോഹന്നാൻ പറയും ദിസ് ഈസ് ദ ലവ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:29. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ യോഹന്നാൻ കാണിച്ചെന്ന് ചൂണ്ടിക്കാണിക്കണം ചെയ്തത്. മറിയം ചൂണ്ടിക്കാണിക്കല്ല ചെയ്തത്. മറിയം പറഞ്ഞ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കേണ്ട ആളല്ല ഇത്. പിന്നെന്താണ്? ഇത് ജീവിതത്തിലോട്ട് ക്ഷണിച്ചു വരുത്തേണ്ട ആളാണ്. ഈ ജീവിതത്തിൽ നമ്മുടെ കൂടെ ജീവിക്കേണ്ട ആളാണ്. ഈ ആൾ നമ്മുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഇനി ലോകത്തിലുള്ള എല്ലാ വാഗ്ദാനങ്ങളും ഇവനിലാണ്. അതെ, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. എല്ലാ വാഗ്ദാനങ്ങളും 2 Corinthians 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതായത് അവസാന വണ്ടിയാണ്. അവസാന വണ്ടി എന്ന് പറയുമ്പോൾ കാരിക്കടിച്ച് വന്നിരിക്കണതല്ല. എല്ലാത്തിനും സമാധാനം പറഞ്ഞിരിക്കുന്ന, എല്ലാത്തിൻ്റെയും ആൻസറായിട്ടാണ് എൻ്റെ ഉള്ളത്. മനുഷ്യരാശി ഉഴലുന്ന ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള എല്ലാത്തിൻ്റെയും ആൻസറാണ്. അതാണ് ജീസസ് ഇസ് ദ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ എടുത്ത് ചില സ്റ്റിക്കർ കണ്ടിട്ടില്ലേ, ജീസസ് ഇസ് ദ ആൻസർ. ജീസസ് ഇസ് ദ ആൻസർ ഫോർ ഓൾ ക്വസ്റ്റ്യൻസ് ആണ്. ഭൗതികവും ആത്മീയവുമായ മനുഷ്യൻ്റെ എല്ലാവിധ ആശങ്കകളുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരവാണ്. അതുകൊണ്ടാണ് 2 Corinthians 1:20 പറയണത് ക്രിസ്തു പറഞ്ഞ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണ്. അപ്പൊ ഈ ലോകത്തിന് പറ്റിയതും വരാനിരിക്കുന്ന ലോകത്തിനുള്ള ദൈവം എന്നെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത് വാഗ്ദാനത്തിലാണ്. ഇത് വാഗ്ദാനം മുഴുവനുമായിട്ടാണ് ക്രിസ്തുവിലെ ദൈവം ക്രോഡീകരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും നമ്മൾ പ്രാപിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനം പ്രാപിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു വളരെ ലളിതമായൊരു ഫോർമുലയാണ് പരിശുദ്ധാത്മാവ് അമ്മയിലൂടെ വെളിപ്പെടുത്തുന്നത്. എന്താണ്? ക്രിസ്തുവിനെ നിനക്ക് സ്വീകരിക്കണോ? നീ ഒരു ഫ്രഷ് ഹാൻഡാണ്. നീ ആദ്യമാണ് ക്രിസ്തുവിനെ കേൾക്കുകയാണ്. ഡു യു വാണ്ട് ടു റിസീവ് ജീസസ് ക്രൈസ്റ്റ്? നിങ്ങൾക്ക് കർത്താവിനെ സ്വീകരിക്കണമെന്നുണ്ടോ? എങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? നീ അവിടെ പോയി ഏതെങ്കിലും വെള്ളത്തിലോ കടലിലോ പോയി മുങ്ങേണ്ട കാര്യമില്ല. പിന്നെ എന്താ കാരണത്? നീ ഇത്രയേ ഉള്ളൂ, അവൻ പറയണ പോലെ ചെയ്യുക. വചനത്തിലുള്ള ജ്ഞാനസ്ഥാനമാണ്. ഇതൊരു ജ്ഞാനസ്ഥാനമാണ് ശരിക്കും. പക്ഷെ ആർക്കും ചെയ്യാം. ഒരു സഭയുടെ ഭാഗമാകാതെ തന്നെ നിനക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റും. എന്താ കാര്യം? ഫ്രഷ് ഹാൻഡ്സിൻ്റെ ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഒരു ചാൻസാണ്, ഒരു ഒക്കേഷനാണ്, ഒരു ഓഫറാണ്. ഇതൊരു പുതിയ കാലത്തിൻ്റെ പുതിയ ഓഫറാണ്. എന്താണ്? നിനക്ക് നിന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കണം എങ്കിൽ അതിന് എളുപ്പമാർഗം എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക. ഈ ഉടമ്പടിയുടെ ഉൾക്കാമ്പെന്ന് പറഞ്ഞ ഇതാണ്. എന്താ കാര്യം? മറിയം കണ്ടെടുത്ത ക്രിസ്തുവിനെ, ഹെബ്രായർ 4:16 ക്രിസ്തുവിനെയും നമ്മൾക്ക് അക്സസറി ആക്കി തരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ട്, കാര്യം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് ഒരു ദുർവഹമായ ചുമടായി മാറ്റരുതെന്ന് ക്രിസ്തുവിന് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ ദുർവഹമായ ചുമടുകൾ മനുഷ്യരുടെ മുമ്പിൽ വെക്കുന്നു, എന്നിട്ട് നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വന്നവരെ നിങ്ങളെ തടയുന്നു എന്നൊക്കെ പറഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്.
അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പരിശുദ്ധനോട് സംസാരിക്കുന്നത്. ഒരു ദുർവഹമായ ചുമടില്ല എൻ്റെ അകത്ത്. സിമ്പിളാണ്. എന്താ കാര്യം? അവൻ പറയണത് പോലെ ചെയ്യുക. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സകല വാഗ്ദാനങ്ങളും ഒന്നായി ക്രിസ്തുവായി മാറിയ ദൈവത്തിന്റെ പദ്ധതി ഉൾക്കൊള്ളാൻ ക്രിസ്തുവിന്റെ വചനമനുസരിച്ചുകൊണ്ട് ജീവിതം പുനഃക്രമീകരിക്കുവാൻ പരിശുദ്ധമേ ദൈവമാതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോമിശിഹ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് കുറച്ച് പേർക്ക് സങ്കീർണമായി തോന്നിയായിരിക്കും. പക്ഷെ സങ്കീർണമായി തോന്നേണ്ട കാര്യമില്ല. ഞാൻ വളരെ ലളിതമായിട്ടാണ് സംസാരിച്ചത്. ഈ വിഷയം ഭയങ്കര ടോപ്പായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലും ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എന്താണ്? അവൻ പറയണ പോലെ ഗെറ്റ് ജീസസ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. റിസീവ് ജീസസ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. യേശുവിനെ സ്വീകരിക്കുക, നിത്യരക്ഷ പ്രാപിക്കുക. അതിനെന്ത് ചെയ്യണം? അവൻ പറഞ്ഞതുപോലെ ചെയ്യും. ഇത്ര ഞാൻ പറഞ്ഞതുള്ളൂ. ഓക്കെ അല്ലേ? അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് ജസീന. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മമ്മി. ഞാൻ 2023 ഡിസംബർ 29 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഒരു BMS വിദ്യാർത്ഥിയായിരുന്നു. 4th ഇയറിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ആയിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം. എനിക്ക് 4th ഇയർ ഭയങ്കര പാടായിരുന്നു. ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും എനിക്ക് തലയിൽ കയറാനില്ലായിരുന്നു. എനിക്ക് എങ്ങനെ പഠിക്കണമെന്നോ ഇല്ലെന്നൊന്നും അറിയുന്നില്ലായിരുന്നു. ശ്ലോകമൊക്കെ പഠിക്കുമ്പം ഞാൻ പഠിക്കുന്നു, അതുപോലെ തന്നെ മറന്നു പോകുന്നു. ഇന്റേണൽ എക്സാമിൻ്റെ സമയത്ത് ഞാൻ പഠിക്കുന്ന ഒന്നും എൻ്റെ തലയിൽ ഇരിക്കുന്നില്ല. എക്സാമിൻ്റെ സമയമാകുമ്പം ഞാൻ എന്ത് പഠിക്കുന്നെന്നോ ഒന്നും എനിക്ക് ആ സമയത്ത് ഓർമ്മയില്ലായിരുന്നു. ഞാൻ കരച്ചിൽ മാത്രമായിരുന്നു ആകമുള്ളത്. എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് പറ്റാണ്ടായി. ഞാൻ മമ്മിയോട് പറഞ്ഞു. മമ്മിയോട് വിളിച്ച് എല്ലാ ദിവസവും കരയുമായിരുന്നു. മമ്മി എനിക്ക് പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ഞാൻ മമ്മിയോട് വിളിച്ച് എല്ലാ ദിവസവും പറഞ്ഞ് കരയുമായിരുന്നു. മമ്മി പറയും പ്രാർത്ഥിക്കും മോളേന്ന്. പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും എനിക്കൊന്നും മനസ്സിരുത്തിനൊന്നും പറ്റുന്നില്ലായിരുന്നു. അവസാനം മോഡൽ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഉറക്കമൊഴിച്ച് പഠിച്ചു. പക്ഷേ എക്സാമിൻ്റെ സമയത്ത് അതുപോലെ തന്നെ പഴയതുപോലെ തന്നെ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ടെൻഷൻ. വൈവയുടെ സമയത്ത് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഒന്നും പറ്റാത്ത അവസ്ഥയായി മാർക്ക് വന്നു. എനിക്ക് പ്രതീക്ഷിക്കുന്ന പോലെ മാർക്ക് ലഭിച്ചില്ല. ഞാൻ കരയാൻ തുടങ്ങി. ഫൈനൽ എക്സാമിന് മുമ്പ് സ്റ്റഡി ലീവിൻ്റെ സമയത്ത് ഞാൻ വീട്ടിലേക്ക് വന്നു. മമ്മി ഞാനും കൂടെ വന്ന് ഇവിടെ എൻ്റെ
ഉടമ്പടി പുതുക്കി. ഞാൻ എന്നിട്ട് ഇവിടെ മാതാവിൻ്റെ കൂടെ നിന്ന് പഠിക്കാൻ തുടങ്ങി. അമ്മേ, നീ എനിക്ക് പറഞ്ഞു തരണം, എനിക്ക് ആരുമില്ല പറഞ്ഞു തരാൻ, എന്താ പഠിക്കേണ്ടതെന്നും എനിക്കറിയില്ല, എങ്ങനെ പഠിക്കേണ്ടതെന്നും അറിയില്ല അമ്മ, നീ തന്നെ എനിക്ക് കൂടെ നിന്ന് പഠിപ്പിച്ച് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ ഇന്ന് പഠിക്കാൻ തുടങ്ങി. കാശുരൂപം കയ്യിൽ മുറുക്കെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് പകുതിയും കാര്യങ്ങൾ ഓർമ്മ വരാൻ തുടങ്ങി. അങ്ങനെ പഠിച്ച് ഓരോ കാര്യങ്ങളും ഞാൻ പഠിക്കാൻ തുടങ്ങി. ശ്ലോകമൊക്കെയാണെങ്കിൽ ഞാൻ ആവർത്തിച്ച് പഠിച്ച അമ്മേ, നീ തന്നെ എനിക്ക് പറഞ്ഞു തരണേന്ന് പറഞ്ഞ് കൂടെ ഇരുന്ന് പഠിച്ചു. അവസാനം ഹോൾ ടിക്കറ്റ് വന്ന് ഞാൻ അച്ഛനെ കണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്ക് സൈറ്റ് പൂശി കാശുരൂപം തന്നു. അതും പിടിച്ച് ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചുപോയി. എക്സാമിൻ്റെ സമയമായപ്പോൾ പിന്നെയും എനിക്ക് പേടി കൂടിക്കൂടി വന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, അമ്മയേ ഉള്ളൂ എനിക്ക്, വേറെ ആരും ഇല്ല, അമ്മ എനിക്ക് പറഞ്ഞു തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ എക്സാമിൻ്റെ സമയമാകുമ്പോൾ ഞാൻ എത്ര പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. അമ്മയോട് പ്രാർത്ഥിക്കാൻ കൂടുതലിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എക്സാമിന് മുമ്പ് എത്ര പഠിച്ച് കഴിഞ്ഞില്ലെങ്കിലും ജപമാലയും കുർബാനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെയ്തതിന് ശേഷമാണ് ഞാൻ എക്സാമിന് പൊയ്ക്കൊണ്ടിരുന്നത്. എക്സാമിന് കയറുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഉപ്പ് കയ്യിൽ വെക്കുമായിരുന്നു. പിന്നെ വിശുദ്ധ തൈലം എൻ്റെ നെറ്റിതടത്തിൽ പുരുത്തിയിട്ട് ഞാൻ എക്സാമിന് കയറും. എക്സാം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് അരമണിക്കൂർ ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനാണെങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ആവർത്തിച്ച് ചൊല്ലി ഞാൻ എൻ്റെ നെറ്റിത്തടത്തിലെ വിശുദ്ധ തൈലം ഞാൻ ആൻസർ പേപ്പറിൽ പുരട്ടിയിട്ട് പറയും, അമ്മേ, എന്നെ ഈ എക്സാമിനെ എഴുതിപ്പിക്കരുത്, ഇനി ഞാൻ ഈ എക്സാം എഴുതൂല്ല, അമ്മ തന്നെ വന്നിട്ട് ഈ എക്സാം എഴുതണം, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോ ആൻസർ എഴുതാൻ തുടങ്ങി. അങ്ങനെ ചില സമയത്ത് എനിക്ക് ആൻസർ കിട്ടാൻ വരുമ്പോൾ എനിക്ക് കണ്ണീന്നും എനിക്ക് ഭയങ്കര വിഷമം വരും. എനിക്ക് കണ്ണൊക്കെ നിറയുമായിരുന്നു ചില എക്സാമിൻ്റെ ടൈമിൽ. ആ സമയത്താണെങ്കിൽ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയാം, മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് അമ്മ തരുമായിരുന്നു. അങ്ങനെ തിയറി എക്സാം എല്ലാം കഴിഞ്ഞു. പ്രാക്ടിക്കലിൻ്റെ എക്സാമിൻ്റെ സമയത്ത് അമ്മയോട് തന്നെ ഞാൻ പറഞ്ഞു, അമ്മേ, പ്രാക്ടിക്കൽ എക്സാം ഞാൻ അമ്മയുടെ കയ്യിൽ സമർപ്പിക്കുക, എനിക്കായിട്ടൊന്നും പറയാൻ അറിയില്ല, അമ്മ തന്നെ വന്ന് എല്ലാം പറയണമെന്ന് പറഞ്ഞു. അവസാനത്തെ വൈദ്യ ആയപ്പോഴത്തേക്കും എനിക്ക് ആൻസറൊക്കെ അറിയാമെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റാണ്ടായി. ഞാൻ കരഞ്ഞുകൊണ്ടാണ് എക്സാമിൻ്റെ സമയത്ത് ഇറങ്ങി വന്നത്. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഈ അമ്മയുടെ കയ്യിൽ സമർപ്പിക്കുക, അമ്മ തന്നെ വന്ന് എല്ലാം നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയിൽ സമർപ്പിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പ്രാർത്ഥനയിൽ തന്നെയായി. അങ്ങനെ എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് ഈ വെള്ളിയാഴ്ച വന്നു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമാണ് എക്സാമിൻ്റെ റിസൾട്ട് നോക്കിയത്. അമ്മ എനിക്ക് നല്ലൊരു മാർക്ക് തന്ന് അമ്മ എന്നെ പാസ്സാക്കി. എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ഇത്രയും വർഷം എഴുതിയതിൽ ഏറ്റവും പാടുള്ള എക്സാം ആയിരുന്നു ഈ 4th ഇയർ എക്സാം. ഇത് എനിക്ക് ഫെയിലായി കഴിഞ്ഞാൽ 6 മാസം ഞാൻ ബാക്ക് ആവുമായിരുന്നു. അമ്മ ഞാൻ പറഞ്ഞു, എന്നെ ബാക്ക് ആക്കില്ലേ അമ്മേ, എനിക്ക് എങ്ങനെ പാസ്സാക്കണമെന്ന്. അങ്ങനെ അമ്മയുടെ സഹായത്താൽ അമ്മ എന്നെ ഈ 4th ഇയർ എക്സാം പാസ്സാക്കി നല്ല മാർക്കോടെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. 40 വർഷമായിട്ട് ഞങ്ങളുടെ പെര പഴക്കം ചെന്ന ഒരു പെരയാണ്. 40 വർഷം പഴക്കമുള്ള ഒരു പെരയാണ്. അത് ഭയങ്കരമായിട്ട് പോയി കിടക്കുമായിരുന്നു. ഞങ്ങൾക്കത് പണിയാനായിട്ട് യാതൊരു മാർഗവുമില്ലായിരുന്നു. ഞങ്ങൾ ഒരു ലോണിൽ ചെന്ന് ചോദിച്ചു, SBI ചെന്ന് ചോദിച്ചു. അവർ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പേപ്പറുകളെല്ലാം ശരിയാക്കി എല്ലാം അവസാന ഘട്ടത്തിലായപ്പോൾ സിവിൽ സ്കോർ കുറവാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ലോണും അവർ മാറ്റിവെച്ചു. ഞങ്ങളുടെ ഒരു ബന്ധുവിന് ലോൺ എടുത്ത് കൊടുത്ത് അത് കൃത്യമായിട്ട് അടവ് വന്നില്ല. അതുകൊണ്ട് സിവിൽ സ്കോർ കുറവാണ്, ഞങ്ങൾക്ക് ലോൺ തരത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ മാറ്റിവെച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു, അമ്മേ, ഈ മുമ്പോട്ട് അമ്മ തന്നെ ഈ പെര പണിയുവാണെങ്കിൽ മാത്രമേ ഞങ്ങളെ കൊണ്ട് ഇത് പൊളിപ്പിക്കാവുള്ളൂ. പൊളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല.
ഞാനിവിടെ വന്ന് അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഇവിടുത്തെ മണ്ണ് എടുത്തുകൊണ്ട് പോയി മണ്ണും നേർച്ച വസ്തുക്കളായ ഉപ്പ് ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി സ്ഥലം മുഴുവൻ ഞാൻ വെതറി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ബാങ്കിൽ ചെന്ന് ബാങ്കിലും കുറച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളോട് പറഞ്ഞു സിവിൽ സ്കോർ കൂടി നിങ്ങൾക്ക് ലോൺ ഞങ്ങൾ തരാം. ഞങ്ങൾക്ക് ലോൺ തന്നു. ഞങ്ങളുടെ പെരപണി തുടങ്ങി. അമ്മയുടെ ഈശോയുടെയും കൃപാലയമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ പെരപണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമതായി എൻ്റെ ദേഹം നല്ലൊരു ചൊറിഞ്ഞ് തടിച്ചിട്ട് അത് കൊമ്മടയ്ക്കുമായിരുന്നു. ഞാൻ ഒത്തിരി മരുന്നുകൾ കഴിച്ചു, ഓയിൽമെൻറ്റ് തേച്ച്, എന്നിട്ടൊന്നും ഒരു കുറവുമില്ലായിരുന്നു. അവസാനം ഞാൻ ഈ മരുന്നെല്ലാം നിർത്തിയിട്ട് ഞാൻ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി വെള്ളത്തിൽ ഉപ്പിട്ട് ഞാൻ ആ വെള്ളം കുളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ തന്നെ അറിയാതെ എൻ്റെ ആ ചൊറിച്ചിലും ആ കുരുക്കളുമെല്ലാം എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോയി. ഇപ്പോൾ അത് പിന്നീട് അത് വന്നിട്ടും ഇല്ല. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ മാസവും ഇവിടെ വരും. എൻ്റെ ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ട് ഞാനിവിടെ വരും. ഞാൻ 2-3 കെട്ട് പത്രങ്ങൾ മേടിച്ചുകൊണ്ട് പോകും. ഞാനും എൻ്റെ മോൾ വരുമ്പോൾ മോളും ഓട്ടോ സ്റ്റാൻഡ് വഴിയും വഴിയരികു വഴിയും പള്ളി വഴിയും ആശുപത്രി വഴിയും എല്ലാം പത്രം കൊടുക്കും. ആ പത്രം സന്ധ്യയ്ക്ക് ഞങ്ങൾ ആ പത്രം വെച്ച് പ്രാർത്ഥിക്കും, തൈലം തേക്കും. അമ്മയെ ഒരാളെങ്കിലും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വിശ്വാസിയായി വളരണമേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ഈ പത്രങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ഞാൻ ആശുപത്രി വഴി കാരുണ്യപ്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രി വഴി ചോറുകൾ, വഴിയരികിൽ ചോറ്, പിന്നെ അനാഥാലയത്തിൽ ചോറുണ്ടാക്കുന്ന സ്ഥലത്ത് പോയി ചോറുണ്ടാക്കാനായിട്ട് അവരുടെ കൂടെ കൂടും. എന്നിട്ട് ചോറും അവർക്ക് വിളമ്പാനായിട്ട് ആശുപത്രിയിൽ പോയി അവർക്ക് ചോറ് വിളമ്പി കൊടുക്കും. പിന്നെ ഏതെങ്കിലും രോഗികളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പോയി ഈ വിശുദ്ധ ഉപ്പും തേനും കൊടുക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ കഴിവനുസരിച്ചുള്ള പൈസകൾ കൊടുക്കും. അവർക്ക് അരി സാധനങ്ങളും എല്ലാം മേടിച്ചു കൊടുക്കും. ഒരു ദിവസമെങ്കിലും എന്തെങ്കിലും ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് എൻ്റെ മനസ്സിന് സന്തോഷമാണ്. ഞാൻ മോളോടും എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ മോനോടും ഒക്കെ പറയും. അവരോട് എനിക്ക് ജോലിയൊന്നുമില്ല. ഞാൻ അവരുടെ എല്ലാ മാസത്തെ ശമ്പളത്തിൽ നിന്ന് കുറേശ്ശെ മേടിച്ച് ഇതുപോലെ രോഗികളായിരിക്കുന്നവർക്ക് എന്തെങ്കിലും അരി സാധനങ്ങൾ, അവർക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ ഇതൊക്കെ കൊടുക്കും. പിന്നെ അരമണിക്കൂർ കൃത്യമായിട്ട് ബൈബിൾ വായിക്കും. സന്ധ്യാപ്രാർത്ഥന ഒരിക്കലും മുടക്കിയിട്ടില്ല. രാവിലത്തെ പ്രാർത്ഥനയും ഒരിക്കലും മുടക്കിയിട്ടില്ല. ഷെയർ ചെയ്യും, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും. വിശുദ്ധ കുർബാന കഴിയുന്നത്രയും ദിവസങ്ങൾ വിശുദ്ധ കുർബാന കൂടും. നേരത്തെ ഞായറാഴ്ചകളിൽ വരെ മുടക്കുമായിരുന്നു. ഇപ്പോൾ ഒരിക്കലും ഞായറാഴ്ചയും മുടക്കാറില്ല. ദിവസങ്ങളിൽ പറ്റുന്നത്രയും ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന കൂടും, സജീവമായിട്ട് കൂടും. മറ്റുള്ളവരുടെ വേദനകൾ അറിയുമ്പോൾ അവർക്ക് വേണ്ടിയായിരിക്കും അന്നത്തെ രാവിലത്തെ പ്രാർത്ഥനയുള്ളത്. കുമ്പസാര ആഴ്ചയിൽ മാസത്തിൽ 2 പ്രാവശ്യം കുമ്പസാരിക്കും. ചിലപ്പോൾ എങ്ങാനും പറ്റാതെ വന്നാൽ ഒന്നെങ്കിലും കുമ്പസാരിക്കാതെ ഒരിക്കലും ഒരു മാസം പോലും ഇരുന്നിട്ടില്ല. അരമണിക്കൂർ ബൈബിൾ വായനയും പറ്റുന്നത്രയും നേരത്തെ മറ്റുള്ളവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് സമയം കളയുമായിരുന്നു. ഇപ്പോൾ പറ്റുന്നത്രയും നേരെ ഇരുന്നുകൊണ്ട് കൊന്ത ചെല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും മറ്റുള്ളവരുടെ വേദനകൾ അറിയുന്നവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെയാണ് അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് റിൻസി മോൾ AK. ഞാൻ വരുന്നത് ആലുവയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ 10, 2019 എന്നെ തിരുസന്നിധിയിൽ എത്തിച്ച എൻ്റെ അമ്മ മാതാവിനും എൻ്റെ യേശു അപ്പച്ചനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് ഈ സന്നിധിയിൽ നിൽക്കുന്നതിന് അമ്മയോട് ഞങ്ങൾ നന്ദി പറയുന്നു. 6 വർഷമായിട്ട് എനിക്ക് കിട്ടിയ ഒത്തിരി കാര്യങ്ങൾക്ക് ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. അതിനെല്ലാത്തിനും ഞാൻ അമ്മേനോടും യേശുപ്പച്ചനോടും ക്ഷമാപണം ചോദിക്കുന്നു. എൻ്റെ ഉടമ്പടി പുതുക്കിയിട്ട് ഇത് 15ാമത്തെ തവണയായി. ഞങ്ങൾക്ക് അതിനിടയിൽ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഒരു സ്റ്റാഫ് നേഴ്സാണ്. ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് എനിക്ക് ചെറിയൊരു ഇയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം ഞാൻ ഒത്തിരി ജോലികളിൽ നോക്കാനിരുന്നിട്ടും എല്ലാ ഇൻ്റർവ്യൂവിലും വന്ന് ഞാൻ സെലക്ട് ആവും, ഫൈനൽ റൗണ്ടിൽ ഞാൻ ഫെയിലായി പോകും. അങ്ങനെ ഒത്തിരി ഇൻ്റർവ്യൂവിൽ എറണാകുളത്ത് തന്നെ ഒത്തിരി ഹോസ്പിറ്റൽസിൽ ഞാൻ കയറി ഇറങ്ങി. അതിനിടയ്ക്കാണ് ഞങ്ങളുടെ വീടിനടുത്തുള്ള ജെസ്സി എന്ന് പറഞ്ഞത് ഒരു ടൈലർ ചേച്ചി, ആ ചേച്ചി പറഞ്ഞത് ഉടമ്പടി എടുക്ക്, കൃപാസനത്തിൽ വാ, അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യവും നിൻ്റെ സാധിക്കും, നിനക്ക് വിശ്വാസവും കൂടുമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. അതിനുശേഷം മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ച് ഞാൻ നിത്യവും പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ കുടുംബത്തിനും അത് പുരട്ടി കൊടുക്കും. അങ്ങനെ ഞാൻ ഒരു ദിവസം എനിക്കൊരു ഇൻ്റർവ്യൂ വന്നതിന് ശേഷം ഞാൻ മാതാവിൻ്റെ വിശുദ്ധ എണ്ണ എൻ്റെ ലേപനം ചെയ്ത് ഉടമ്പടി തൈലം എൻ്റെ വിശുദ്ധ തലയിൽ ലേപനം ചെയ്യുകയും മാതാവിൻ്റെ ഉപ്പെടുത്ത് ആ ഹോസ്പിറ്റലിൻ്റെ ആരും ചവിട്ടാത്തടുത്ത് പോയി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ശേഷം എനിക്ക് ഒരു തടസ്സമില്ലാതെ ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് സെലക്ട് ആവുകയും നല്ല രീതിയിൽ ഒരു ജോബ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് കുറേ നാൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കമ്പനി, കേരളത്തിലുള്ള കമ്പനി അദ്ദേഹത്തിന് ഷട്ട് ഡൗൺ ആവുകയും അദ്ദേഹത്തിന് ജോലിയില്ലാതെ 3 മാസത്തോളം അദ്ദേഹം വെറുതെ വീട്ടിലിരിക്കുകയും ചെയ്തു. അമ്മയുടെ ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് നെറ്റിയിൽ പൂശുകയും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു നല്ല രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നല്ല ഒരു ജോലി കിട്ടുകയും ചെയ്തു. ഇനി എനിക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങളെ കുറിച്ച് പറയാനാണ് ഞാൻ അടുത്തതായിട്ട് നിൽക്കുന്നത്. എൻ്റെ ഈ മകൾക്ക് ഷോൾഡറിൻ്റെ അവിടെ ഒരു ചെറിയ നോഡ്യൂൾ പോലെ ഉണ്ടായിരുന്നു. അത് ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അവളുടെ വലത് കാലിന് ഒരു ഗാംഗ്ലിയോൺ ഉണ്ടായിരുന്നു. ഈ അടുത്ത് വരെ ഡോക്ടർ പറഞ്ഞത് അത് സർജറി ചെയ്ത് കളയണമെന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഉടമ്പടിയിലായിരുന്നു. ഞാൻ എന്നും രാത്രി കുഞ്ഞിൻ്റെ അവിടെ നൊഡ്യൂളിലിരിക്കുന്ന ഭാഗത്ത് മാതാവിൻ്റെ ഉടമ്പടി തൈലം തേക്കുകയും മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ആ നൊഡ്യൂൾസ് ഒന്നും കാണുന്ന പോലും ഇല്ല. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് പെട്ടെന്ന് ത്രോട്ടിൽ സ്റ്റക്ക് ആവുകയും അതുമൂലം അദ്ദേഹത്തിന് ഒത്തിരി ശ്വാസമുട്ടും ബുദ്ധിമുട്ടും ഉണ്ടാവുകണ വഴി അദ്ദേഹത്തിന് ഒരു ഞങ്ങൾ സ്കാൻ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. CT സ്കാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുക്കി പിടിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് ദിവസം ഡോക്ടർ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, ആ ശ്വാസമുട്ടലിന് ഭയങ്കരമായിട്ട് ത്രോട്ടിൽ അത് സ്റ്റക്കായിരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇപ്പം അദ്ദേഹത്തിനില്ല, ഇപ്പം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം അദ്ദേഹത്തിൻ്റെ ത്രോട്ടിൽ തേക്കുകയും അതുപോലെ തന്നെ മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ട് ഞാൻ പുറത്തിരുന്ന് ഹോസ്പിറ്റലിൻ്റെ ആ CT സ്കാനർ റൂമിനും പുറത്തിരുന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ വഴിയാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അത്ഭുതം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഈ ഇളയ മകൾക്ക്, ആ മകള് എനിക്ക് 35 വയസ്സായി. 35 വയസ്സായ സമയത്ത് എനിക്ക് ഒത്തിരി തൈറോയിഡിൻ്റെതായ ഒത്തിരി എലിവേഷൻ ഉണ്ടായിരുന്നു, 10 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ദിവസം തൈറോയിഡിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞത്, എൻ്റെ ഭർത്താവിനോട് പറഞ്ഞത്, എടാ നിനക്ക് ഞൊണ്ടും അതുപോലെ തന്നെ മന്ദബുദ്ധി ആവാത്ത ഒരു കുട്ടീനെ അല്ലേടാ നിനക്ക് വേണ്ടത്, അതിൻ്റെ ഇടയ്ക്ക് നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെ ശരിയാണ്, നിനക്ക് നിൻ്റെ ഭാര്യനെ ആദ്യം തൈറോയിഡ് ചികിത്സിക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. മാതാവിനെ അന്ന് മുതൽ ഞങ്ങൾ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ച്, ദൈവമേ ദൈവം തരാണെങ്കിൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ലാത്തൊരു കൊച്ചിനെ തവണേ. പിറ്റേ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും അതുപോലെ തന്നെ അന്നേ ദിവസം ഈ ഡോക്ടറിൻ്റെ സംസാരമാണ് എൻ്റെ കാതുകളിൽ എപ്പോഴും എൻ്റെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരുന്നത്. ഒരു ഞൊണ്ടും അതുപോലെ തന്നെ മന്ദബുദ്ധി ആവാത്ത കൊച്ചിനെ അല്ലടാ നിനക്ക് വേണ്ടതെന്നുള്ള രീതിയിൽ. അന്ന് ദിവസം എൻ്റെ ഭർത്താവും ഞാനും നിത്യമായിട്ട് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ എണ്ണ എൻ്റെ അടിവേരുകളിലും പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം തേക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ മകൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് നല്ലൊരു മോളെ കിട്ടി. നാളെ ഇവളുടെ ബർത്ത്ഡേ ആണ്, ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ ഞാൻ 7-ാം മാസം ആയിരുന്നു കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പം ഫ്ലോറിൽ വീഴുകയും ചെയ്തു. പക്ഷെ ഞാൻ ഒത്തിരിയായിട്ട് പേടിച്ചു പോയി. പക്ഷേ മാതാവിൻ്റെ കാശുരൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാതാവിനോട് മുട്ടിപ്പാട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്നെ ഒബ്സർവേഷനിൽ ഇരുത്തുകയും എൻ്റെ ഡോക്ടർ പറയുകയാണ്, റിൻസിയുടെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, അവൾ നല്ല ആക്റ്റീവാണ്, റിൻസിക്ക് മാത്രമേ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, അതായത് പേടിയുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ, നിൻ്റെ മകൾക്ക് ഒരു കുഴപ്പമില്ല, അവൾ നല്ല ആക്റ്റീവായിട്ട് ഓടിക്കളിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലെ തന്നെ
ഭർത്താവിനുണ്ടായിരുന്ന 6 മാസത്തോളം കണ്ടിന്യൂസ് ഉണ്ടായിരുന്ന ചുമ. പലവിധ ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ കയറി ഇറങ്ങി ഞങ്ങൾ നോക്കിയായിരുന്നു, പലവിധ ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു, പക്ഷെ ഒന്നും കുറയത്തില്ല. ഏത് മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്യണോ അപ്പം മാത്രം അദ്ദേഹത്തിന് ആ ചുമ മാറുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടിയാണ് ആ ചുമ ഉണ്ടായിരുന്നത്. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിലും അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ എവിടെയും തേച്ചതിലോടുകൂടി ഇപ്പം അദ്ദേഹത്തിന് ഒരു ചുമയും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ എനിക്കൊരു കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു, 6 mm ഒരു കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ എണ്ണ നിത്യവും ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി തൈലം എൻ്റെ മാതാവിൻ്റെ വയറിൽ അപ്ലൈ ചെയ്തതിന് വഴി പിന്നീടുള്ള സ്കാനുകളിൽ ഇതൊന്നും എനിക്ക് ആ സ്റ്റോൺസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, എൻ്റെ പത്രപ്രവർത്തനം നടത്തുന്നത്, കൃപാസനത്തിലെ പത്രപ്രവർത്തനം ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ തൃപ്പൂണിത്തറ, ആലുവ അങ്ങനെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിലും എല്ലായിടത്തും ഞാൻ വിതരണം ചെയ്യും. അത് വിതരണം ചെയ്യണത് വെറുതെ ഞാൻ ലോട്ടറി കൊടുക്കണ പോലെ അങ്ങനെയൊന്നുമല്ല, നന്നായിട്ട് പ്രാർത്ഥിച്ച് അവരെ നല്ല രീതിയിൽ പറഞ്ഞ് മാതാവിൻ്റെ ഉടമ്പടിയും അതുപോലെ തന്നെ ഇവിടെ വന്ന് നമുക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങളും നമ്മുടെ ആത്മീയ കാര്യത്തിന് നല്ലതും പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ പത്രവിതരണം നടത്തത്തുള്ളൂ. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു. എൻ്റെ പേപ്പർ കൊടുത്ത് ഫൈനൽ കൊടുക്കണമെന്ന് പറഞ്ഞ വഴിക്ക് അവിടെ ഒരു സാറ് വന്നിട്ട്, സെക്യൂരിറ്റി ഓഫീസറാണ് അദ്ദേഹം, പത്രം കൊണ്ടുപോയിട്ട് എൻ്റെ പത്രം അവിടെ ഒരു കോർണറിൽ കൊണ്ട് താഴെ ഇട്ട്. എനിക്ക് എന്താണെന്ന് അറിഞ്ഞില്ല, ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം വന്ന് ഞാൻ ഭയങ്കരമായിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എൻ്റെ പത്രം എനിക്ക് ഞാനിവിടെ കൊടുക്കണേനേ വേണ്ട, ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തോളാം. നിങ്ങളോട് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഇവിടെ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ എനിക്ക് ആദ്യത്തെ ഇൻഫർമേഷൻ ആയിരുന്നത് അവിടെ കൊടുക്കരുതെന്ന് പറഞ്ഞാലും, പക്ഷേ എനിക്ക് ഇൻഫർമേഷൻ, അതായത് കൊടുത്തോ എന്നുള്ള ഒരു പെർമിഷൻ കിട്ടിയിട്ടാണ് ഞാൻ അവിടെ കൊടുത്തത്. അപ്പം ഞാൻ കുറേ ചോദിച്ചു, അവർ തന്നില്ല. അവർ പറഞ്ഞു അവരുടെ സാറ് വരട്ടെ, അതിനുശേഷം മാത്രമേ ഞാൻ പേപ്പർ തരുള്ളൂ എന്ന് പറഞ്ഞ്. ഞാൻ അവിടെ ആൾക്കാർ കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജാണോ, ഒത്തിരി തിരക്കും കാര്യങ്ങളുണ്ട്, ഓഫീസേഴ്സും കാര്യങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുവാണ്. എനിക്ക് ഒട്ടും ഞാൻ മടിച്ചില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഉറക്കിയ എന്ന് വെച്ചാൽ എൻ്റെ മാക്സിമം സൗണ്ട് വോയിസിൽ എടുത്തിരുന്നുകൊണ്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് കൊന്ത ചൊല്ലി കരഞ്ഞോണ്ടാണ് ഞാൻ കൊന്ത ചൊല്ലിയത്. അപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി വന്നിട്ട് പറയാണ്, ആ കൊച്ച് കരഞ്ഞോണ്ടാണ് കേട്ടോ കൊന്ത ചൊല്ലണത്, ആ കൊച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ കൊച്ചിൻ്റെ പേപ്പർ അങ്ങോട്ട് കൊടുത്തേക്ക്, അത് ഇവിടെ കൊടുക്കണേൽ കൊടുക്കണ്ട, നിങ്ങൾ വിശ്വസിക്കണ്ട, പക്ഷെ അത് വല്ലയിടത്തും കൊണ്ടുപോയി കൊടുത്തോട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആ പേപ്പർ എനിക്ക് കിട്ടി. ഞാൻ അത് മാതാവിൻ്റെ പ്രാർത്ഥന തൊട്ട് അപ്പുറത്ത് തന്നെ മെഡിക്കൽ കോളേജിൻ്റെ പുറത്ത് തന്നെ ഇരുന്നോട്ട് ഞാൻ ആ പേപ്പർ കൊടുക്കുകയും ചെയ്തു. അപ്പോഴും എനിക്കൊരു പ്രായമുള്ളൊരു അമ്മയുടെ കയ്യിൽ നിന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ വഴിക്ക് കേട്ടു, നിങ്ങൾക്ക് ഇത്ര വിദ്യാഭ്യാസമുള്ള മക്കളല്ലേ, എന്നിട്ടും നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഈ പേപ്പറൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കണത്, നിങ്ങൾക്ക് ശാസ്ത്രം ഇത്ര വളർന്നും എന്നിട്ടും നിങ്ങൾക്ക് ഇതൊന്നും നിർത്താറായിട്ടില്ലേ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, അമ്മേ, ഏത് ശാസ്ത്രം വളർന്നാലും അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരങ്ങളുണ്ട്, ആ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആ ദൈവത്തിൽ നിന്നാണ് ഞാൻ ഈ വരുന്നതും ഈ കൃപാസന പേപ്പർ കൊടുക്കുന്നത്. അമ്മ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട, എൻ്റെ ഈ പേപ്പറും അതുപോലെ അമ്മ മാതാവിനെ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആ സെക്യൂരിറ്റി ഓഫീസറിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പേടി ഉണ്ടായിട്ടായിരിക്കുമല്ലോ ഈ പേപ്പറിൽ നിന്ന് എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്നുള്ള പേടി ഉണ്ടായിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇതിവിടെ കൊടുക്കണത് തടയണത്. കാരണം ലോട്ടറി കച്ചവടക്കാരും അല്ലാതെ കുറേ പേപ്പർ കൊടുക്കുന്ന നോട്ടീസുകാരും എല്ലാവരും അവിടെ നിന്ന് വരുന്നുണ്ട്. പക്ഷേ എൻ്റെ കൃപാസന മാതാവിൻ്റെ പേപ്പർ മാത്രമാണ് അവരവിടെ റെസ്ട്രിക്റ്റ് ചെയ്യണത്. അപ്പം ഞാൻ പറഞ്ഞു, മാതാവിൽ നിന്ന് ഈ പേപ്പർ വഴി ഒത്തിരി പേര് സൗഖ്യപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു പേടി കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇത് പറയുന്നത് ഇവിടെ കൊടുക്കണ്ടെന്ന്. എന്നിരുന്നാൽ കൂടി ഞാൻ മാതാവിൻ്റെ പേപ്പർ അവിടെ വേണ്ടെങ്കിൽ വേണ്ട, വേറെ എല്ലാവർക്കും കൊടുത്ത് മാതാവിൻ്റെ ഞാൻ പ്രഘോഷിച്ചു. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ഹോസ്പിറ്റൽ നേഴ്സാണ്. എൻ്റെ അടുത്ത് വന്ന പേഷ്യൻസിന് ഒരാളെ പോലും എനിക്ക് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹത്തോടു കൂടി എൻ്റെ അപ്പച്ചൻ അല്ലെങ്കിൽ എൻ്റെ അനിയൻ അല്ലെങ്കിൽ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അത്ര എൻ്റെ ചേട്ടന്മാർ അങ്ങനെ കിടക്കണം എന്നുള്ള രീതിയിലാണ്, ഹസ്ബൻഡില്ല അങ്ങനെ കിടക്കുന്നുള്ള രീതിയിലാണ് ഞാൻ അവരെ നോക്കാറ്. എനിക്ക് ഒട്ടും മടുപ്പൊക്കെ തോന്നാറില്ല. ഓരോരുത്തർ സ്റ്റാഫുമാർ എന്നോട് പറയാറുണ്ട്, റിൻസി ഒരു മെഡിസിൻ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് 10-20 അരമണിക്കൂർ എടുത്ത ശേഷമായിരിക്കുമല്ലോ, ഇത്രയും നേരം എന്തിനാ ടൈം എടുക്കണേ. ഞാൻ പറയും, എനിക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാനുണ്ട്. ആദ്യം തന്നെ ഞാൻ
ഞാൻ പറയും, കൃപാസനത്തിൽ പോയിട്ടുണ്ടാവും, ഒന്ന് പ്രാർത്ഥിക്കണോട്ടാ, പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം മാറിക്കോളും എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ പോണവരായാലും ശരി, ഏത് മതസ്ഥരായാലും ശരി, ഞാൻ അവരുടെ നെറ്റിയിൽ ഒന്ന് കുരിശ് വരയ്ക്കാതെ ഞാൻ പോകാറില്ല. ഈ അടുത്ത് തന്നെ ഒരു ചേച്ചിനെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിട്ടപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞ് ഞാൻ ആ ചേച്ചി ഭയങ്കര ടെൻഷൻ. ഞാൻ പ്രാർത്ഥിച്ചോട്ട് ചേച്ചിയുടെ നെറ്റിയിൽ കുരിശ് വരച്ച്. ആ ചേച്ചി ഒരു ഹിന്ദുവാണ്. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് ആ ചേച്ചിയുടെ റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ ആ ചേച്ചിയോട് പറയാണ്, എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ചെന്ന് എന്നെ പ്രാർത്ഥിച്ച് വിട്ട സിസ്റ്റർ അല്ലേ, സിസ്റ്ററിനെ എങ്ങനെ ഞാൻ മറക്കാനാണെന്നാണ് പറഞ്ഞത്. അതായത് എൻ്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ കരുണാലയത്തിൽ അമ്മമാരുണ്ട്. ആ അമ്മമാരിനെ കുളിപ്പിക്കുന്നതിലൊന്നും എനിക്ക് യാതൊരുവിധ ഒരു വൈക്ലഭ്യമോ ഒരു ദുഃഖമോ ഒരു ബുദ്ധിമുട്ടോ എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. അമ്മമാരെ കുളിപ്പിക്കാൻ പോകും. അത് പിന്നെ എനിക്ക് കുളിപ്പിക്കാൻ ചാൻസ് ഇല്ലെങ്കിൽ ഞാൻ ലേറ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എന്ത് കാര്യത്തിലാണെങ്കിൽ അനാഥാലയത്തിൽ എന്ത് കാര്യത്തിലാണെങ്കിൽ ഞാൻ നിൽക്കും. അതുപോലെ തന്നെ ഞാൻ 2 ആഴ്ചയിൽ ഒരിക്കലും കുമ്പസാരിക്കാറുണ്ട്. ഇപ്പം 2 ആഴ്ച തന്നെ കുമ്പസാരിക്കണമെന്നില്ല, ഒരാഴ്ച കുമ്പസാരിക്കാൻ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഞായറാഴ്ച ചിലപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉണ്ടാവാറുണ്ട്. രാവിലെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം തന്നെ എവിടെ പള്ളിയിൽ കുർബാന ഉണ്ടോ അവിടെ ഞാൻ എൻ്റെ കുടുംബമായിട്ട് പോയി കുർബാന കൂടും. അതുപോലെ തന്നെ ഉടമ്പടിയിൽ ഉപവാസം എടുക്കാറുണ്ട്. ഉപവാസം എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഉപവാസം എടുത്ത് പോകുന്നതല്ല, എപ്പം ഞാൻ ഫുഡ് സ്കിപ്പ് ചെയ്യണോ, ഞാൻ ഉടമ്പടി പ്രാർത്ഥിക്കണോ, ആ പൈസ ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ ബർത്ത്ഡേക്കും അതുപോലെ തന്നെ എൻ്റെ ബ്രദറും എൻ്റെ ഫാദറും മരിച്ചു പോയതാണ്, അവരുടെ ആനിവേഴ്സറിക്കും എല്ലാ കാര്യത്തിനും ഞങ്ങൾ അവർക്ക് വേണ്ടിയുള്ള ഫുഡ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള രീതിയിലും എല്ലാത്തിനും ഞാൻ നടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഒത്തിരി തന്നിട്ടുണ്ട്. എല്ലാത്തിനും അമ്മ മാതാവിനോട് യേശുപ്പച്ചനോട് ഞാൻ നന്ദി പറയുന്നു. ഇനിയും നല്ലൊരു ഉടമ്പടി നല്ലൊരു സാക്ഷ്യത്തിനായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തിനെയും അമ്മ മാതാവ് ഈ സന്നിധിയിൽ നിർത്തുമെന്നും ഞാൻ ഇനിയും വരുമെന്ന് ഞാനോട് ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മ മാതാവേ, നന്ദി.